ബിരിയാണി ഇഷ്ടമില്ലാത്ത മലയാളികൾ കുറവായിരിക്കും. എന്നാൽ ഉണ്ടാക്കാനുള്ള മല്ല് കാരണം നമ്മൾ പല ആൾക്കാരും ഉണ്ടാക്കാറില്ല. എന്നാൽ അങ്ങനെയുള്ള ആൾക്കാർക്കായിട്ട് കുക്കറിൽ ഒരു ഈസി ചിക്കൻ ബിരിയാണി. ഇനി ഇതിൽ ഈസി ആയിട്ടൊരു ബിരിയാണി എളുപ്പമല്ല. റെഡി റെഡി ഇന്നെ കാണാത്തതുകൊണ്ട് പേടിക്കണ്ട കേട്ടാ, ഞാൻ ഇങ്ങോട്ടും പോയിട്ടില്ല. ഞാൻ നമ്മുടെ ബിരിയാണിയുടെ വീഡിയോ തുടങ്ങുന്നതിനേക്കാളും മുന്നേറ്റ് ഒരു പരീക്ഷണം കാട്ടിത്തരാം. ഈയിടെ ഇൻസ്റ്റഗ്രാമിൽ ഓടി നടക്കുന്ന ഒരു വീഡിയോ കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ സത്യാന്വേഷണം കണ്ടെത്തണം. ഞാൻ CBI ആണല്ലോ, മറ്റേ മമ്മൂട്ടി അല്ലേ? It actually reveals if there's parasites in pork. Parasites? Yeah, you have to cook pork so carefully because of this issue. Look, you can see them starting to crawl their way out. Disgusting. I am never eating pork again. പോർക്കിൽ കൊക്കക്കോള ഒഴിച്ച് വെച്ചിട്ട് ഒരു ചേച്ചി അതിൻ്റെ ഉള്ളിൽ നിന്ന് നൊരയും പതിയും വരുന്നതിൻ്റെ ഒപ്പം കുറച്ച് കഴിയുമ്പോൾ പുഴു പൊന്തി വരുന്നതും പാരസൈറ്റ്സ് പൊന്തി വരുന്നതും എനിക്ക് തോന്നുന്നു ഒരുപാട് മില്യൺസ് ഓഫ് വ്യൂ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. കേരളത്തിൽ നന്നായിട്ട് ഓടിയിട്ടുണ്ട്. എനിക്ക് തന്നെ കഴിഞ്ഞ ഒരു 1.5-2 മാസമായി ഇത് ഓടി നടക്കാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിയത് ഒരു 2500 ആളെങ്കിലും ഇത് ഇന്നലെയും കൂടി അതിൻ്റെ ഒരു സെൻഡ് ചെയ്തിട്ട് ചേട്ടാ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ സത്യാവസ്ഥയുടെ പരീക്ഷണം ആദ്യം ചെയ്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഒക്കെ ഞാൻ പെട്ടെന്ന് ചെയ്യാട്ടാ. ഓൾറെഡി ഒന്ന് ആദ്യം ഞാൻ പരീക്ഷണം ചെയ്തിട്ട് ഇത് ലേബാക്ക് കുക്ക് ചെയ്യല്ല, ഇത് സഷിമി പോലെ അതിൽ മുക്കി തിന്നുകയാണല്ലോ സാധാരണ. സഷിമി അല്ലേ നമ്മൾ തിന്നണ്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടാ. ഒന്ന് വന്ന് കാണിച്ചു കൊടുത്തേ മോളെ. ഇതേട്ടാ ഫ്രഷ് പോർക്കാണിത്, പോർക്ക് ചോപ്സ്. അപ്പോൾ ഇതേ അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാവും വരിക. എന്നാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 12/4/25 പിന്നെ എത്രയാ ബെസ്റ്റ് ബിഫോർ 17/4 കേട്ടാ. ഞാനിതിന്ന് ഒരു പീസ് ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, ഒരു പോർക്ക് പീസ്. ഇനി നമ്മുടെ കൊക്കക്കോള അങ്ങോട്ട് അതിലേക്ക് ഒഴിക്കാം. അരമണിക്കൂർ വെക്കണോ? പിന്നെ അരമണിക്കൂർ വയ്ക്കുക. അത് വെള്ളയപ്പം ഉണ്ടാക്കാനുള്ളതാണല്ലോ. എന്താണെങ്കിലും ഞാൻ വെക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ വരും കണ്ടോ നിങ്ങൾ ഇതിൻ്റെ പുഴു കൂടി ഇരിക്കട്ടെ. എന്താണെങ്കിലും ഇവിടെ ആർക്കും കൊക്കക്കോള കുടിക്കാനൊന്നുമില്ല, നിറച്ച് വെച്ചേക്കാം. പുഴുക്ക് വരുന്നുണ്ട്. പുഴു വരുന്നുണ്ടല്ലേ? നിറച്ച് പുഴു കേട്ടല്ലേ? അയ്യോ ഇപ്പോൾ അവിടെ ഇരുന്ന് പുഴു വരട്ടെ. പുഴു വരണമെങ്കിൽ ഒരാഴ്ച വെയിലത്ത് മറ്റേ പുറത്ത് കൊണ്ടേക്ക്. അപ്പം നമ്മുടെ പോർക്ക് അവിടെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ബിരിയാണിയുടെ പണി കഴിയുമ്പോഴേക്കും പോർക്കിൻ്റെ ഉള്ളിൽ പുഴു വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കുക്കർ ബിരിയാണി പല വിധത്തിലുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പല ഐറ്റത്തിൽ പല നിറത്തിൽ പെട്ടയ്ക്കണത്. ഓക്കെ, ഇതുപോലെയാണ് ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കാറ്. കുക്കറാണെങ്കിലും മറ്റേതാണെങ്കിലും അത് നമുക്ക് ഈ പ്രൊസീജിയറിൽ നോക്കാം. അതിനേക്കാളും തൊട്ട് മുന്നേ കോഴി കട്ട് ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കാണിക്കാം. എൻ്റെ കോഴി കട്ട് ചെയ്യണം 2-3 വീഡിയോ ഇതിന് മുന്നേ ഉണ്ട്. എന്നാലും ഒരു ബിരിയാണി ചിക്കൻ ബിരിയാണിയാണല്ലോ, കോഴി കട്ട് ചെയ്യണതൊന്ന് പെട്ടെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു റിമൈൻഡറും കൂടി അല്ലെങ്കിൽ ഒരു റിവൈൻഡിങ്ങും കൂടി ആയിരിക്കും. 1.5 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. വെരി ഈസി ട്ടാ. ഇത് ഈ മുകളിലത്തെ ഈ കഴുത്ത് ഇങ്ങോട്ട് ഊരിയെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ നെഞ്ചാങ്കൂടില്ലേ, നെഞ്ചാങ്കൂട് ഇങ്ങോട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴുത്ത് ഊരിയെടുത്തു, നെഞ്ചാങ്കൂട് ഇങ്ങോട്ട് എടുത്തു. ഇനി ഈ കാലില്ലേ, കാണേണ്ട കൂടെ അവിടെ നിന്ന് കാല്. ഓക്കെ, കാല് ഇങ്ങോട്ട് ഊരിയെടുക്കുക. അപ്പോൾ അതെ കാലായി മറ്റേ ബ്രസ്റ്റ് പീസായി. ഇവിടുന്ന് ഈ കാലും ഇങ്ങോട്ട് ഊരിയെടുക്കുക. ഇനിയിപ്പോൾ കുക്കറിൽ ഒരു വിസിലിന് വേവിക്കണ കാരണം വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ആവശ്യമില്ല, എന്നാലും വെന്തോളൂ കേട്ടോ. ഇനി കാലിനെ 3 ആക്കുക. പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ബാക്കിലെ നക്കിൾ ബോണില്ലേ, ഈ നക്കിൾ ബോണിൻ്റെ അവിടെ വേണമെങ്കിൽ ഒരു കൊത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വിട്ട് പോരും നന്നായിട്ട് കേട്ടോ. ഓക്കെ, ഈ എല്ലൊക്കെ കിടന്നോട്ടെ. ബിരിയാണിയുടെ ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. സോ നമ്മളൊരു കാലിനെ 3 പീസാക്കി. ഓക്കെ, ഇനി കൈ ഇങ്ങോട്ട് ഊരിയെടുത്തു. ഓക്കെ, കൈ ഊരിയിരിക്കട്ടെ. ഇനി നമ്മുടെ ബ്രസ്റ്റ് പീസ് ഉണ്ട്, അതിന് നമ്മൾ 3 പീസാക്കി. ഓക്കെ, ഈസി. ഓക്കെ, അപ്പോൾ ഇതേ ഇപ്പോൾ ഒരു ഹാഫ് ആയില്ലേ. ഇനി ഇതുപോലെ തന്നെ അടുത്തതിനും ചെയ്യുക കേട്ടോ. ഈസിയാണ്. ദേവിക ഈസി ഇട്ടാ പെട്ടെന്ന് ഇറച്ചി മുറിക്കാൻ പറ്റും. ഇതൊക്കെ വീട്ടിൽ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് ഇറച്ചി മേടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കിൽസൊക്കെ പിള്ളേർക്കൊക്കെ പഠിക്കാൻ പറ്റിയ നല്ല സൂപ്പർ സ്കില്ലാണ്. കഴുത്തിലേക്ക് ഒരു പീസ് അങ്ങോട്ട് പോയി. അയ്യോ പുഴുട്ടൊക്കെ ഉണ്ടേ. അയ്യോ നിറച്ച് പുഴു വരണേ. പുഴു വെറൈറ്റിക്ക് നമ്മളാണെങ്കിൽ പുഴു തിന്നുകയും ചെയ്യുമല്ലോ. നമുക്ക് പുഴു അങ്ങോട്ട് ഫ്രൈ ചെയ്യാം. അത് നല്ല പരിപാടി കേട്ടാ. പോർക്ക് മേടിച്ചിട്ട് അതിന്ന് പുഴുവിനെ കൃഷി ചെയ്തിട്ട് പുഴുവിനെ തിന്നുക. ദാറ്റ്സ് സോ നൈസ്. ആ പുഴുവിനെ തിന്നാലോ. നമുക്ക് പുഴുവിനെ തിന്നാൻ പ്രശ്നമില്ലല്ലോ കൊണ്ടേ. അതായത് രമണ
ഇതേ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് കാണിക്കാട്ടോ. പക്ഷേ കുക്കറിൽ എന്താ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ ക്യാമറ വെച്ചിട്ട് അത് കാണിക്കാൻ പാടായ കാരണം ഞാൻ ഇവിടെ ഈ ബൗളിൽ ഇട്ട് കാണിച്ചു തരാം. ഇതേ നമ്മുടെ ചിക്കൻ ഇട്ടാ ആദ്യം പോട്ടങ്ങോട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സബോള കുനുകുനാന്ന് അരിഞ്ഞത് കേട്ടോ. പിന്നെ ഇതേ ഒരു 1.5 തക്കാളി നീളത്തിലരിഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച പേസ്റ്റ് കേട്ടോ. ഒരു 70 ml എണ്ണയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ചിക്കനിൽ എണ്ണ കുറവായ കാരണേ, നെയ്യ് കുറവായ കാരണം കുറച്ച് മഞ്ഞപ്പൊടി, ഒരു ലേശം ഗരം മസാല, നോ മല്ലിപ്പൊടി, നോ മുളക് പൊടി കേട്ടാ, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര്, ഒരു നാരങ്ങയുടെ ലൈം ജ്യൂസ്, ഒരു ഫുൾ നാരങ്ങയുടെ ലൈം ജ്യൂസ്, മുട്ടിരിക്കട്ടെ മുട്ടിച്ചു ആ കേട്ടിട്ടുണ്ടോ ഇൻസ്റ്റഗ്രാമിൽ. കുറച്ച് കറിവേപ്പില. നൗ മിക്സ്. സാഫ്രൻ വേണമെന്നൊന്നുമില്ല കേട്ടാ, മാൻഡറ്റോറി ഒന്നുമല്ല. എനിക്കിഷ്ടമാണ് ബിരിയാണി സാഫ്രൻ. ഒരു നോർത്തി ബിരിയാണി മണം വരും. ഇതേ കണ്ട. ഇനി നമുക്ക് അരി വേവിക്കാം കേട്ടാ. ഇത് ആക്ച്വലി നമുക്ക് കുക്കറിൽ തന്നെ ഇട്ടിട്ട് ആക്കാട്ടാ. ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാമറയിൽ കാണിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിലേക്ക് ഇടണമെന്നുള്ളൂ. നിങ്ങളൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കുക്കറിലേക്ക് ഇടേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഞാൻ എന്താ ചെയ്യണമെന്നറിയോ? ഏതാണ്ട് 1 കിലോ മീറ്റിലേക്ക് ഒരു 200 ഗ്രാം എണ്ണ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു 70 ഗ്രാമിലാണ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ലേശം ഗീയും കൂടി ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. കണക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നെയ്യ് കൂടുന്നത് ഒരു പ്രശ്നമുള്ള ഒരാളല്ല ഞാൻ. കാരണം നമ്മൾ ചോറ് കുറവാണ് കഴിക്കൽ. അതിന് പകരം നെയ്യിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഞാൻ. സോ ഐ പ്രിഫർ നെയ്യ് ഓവർ കാബ്സ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിൽ ഉപ്പിൻ്റെ അളവാണ്. കാരണം ഇത് നമ്മൾ കുക്കറിൽ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി തീരും. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള നല്ല ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒന്ന് കൈ കൊണ്ട് നക്കി വെക്കുക. കുറച്ചൊക്കെ ബാക്ടീരിയ നമ്മുടെ വയറ്റിൽ സെറ്റ് ആയിക്കോളും. ചീഞ്ഞ ചിക്കനൊക്കെ ആണെങ്കിൽ പണി കിട്ടൂട്ടാ. അപ്പോൾ നമ്മുടെ മസാലയുടെ ചെറിയൊരു ടേസ്റ്റൊക്കെ അറിയാൻ പറ്റും. ഉപ്പൊരു തരിയും കൂടി കുറവുണ്ട്, പക്ഷെ നല്ല ഫ്ലേവർ ഉണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആയിട്ട് ഞാനൊരു തരിയും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. സോ ഗുഡ്. ഈ വെള്ളം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പരിപാടി ചെയ്യാൻ കേട്ടോ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഓക്കെ, ഡൺ. നൗ വി കുക്ക് ദ റൈസ്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ജീരകശാല അരി ഉണ്ടല്ലോ, ബിരിയാണിക്ക് നെയ്ച്ചോറൊക്കെ ആക്കണ പോലെ ഒരു പകുതി വേവ് ആക്കിയിട്ടാണ് കേട്ടാ നമ്മുടെ കുക്കറിലേക്ക് ഇടാൻ പോണേ. കമ്മങ്കുള്ള. ഓക്കെ, ഞാനിന്ന് ഓൾമോസ്റ്റ് ഒരു 800 grams ഓഫ് റൈസ് എടുത്തിട്ടുണ്ട്. 900 grams. അരി വേവിക്കാൻ കുറച്ച് നെയ്യ്, നമ്മുടെ പട്ട കരയാമ്പൂ സാധനം ഉണ്ടല്ലോ, ഇനി കുറച്ച് ഉള്ളി ഒന്ന് സ്ലൈറ്റ് ബ്രൗൺ ആവട്ടെ കേട്ടാ. ഇനി നമ്മുടെ ജീരകശാല അരി. വെള്ളത്തിൻ്റെ കണക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. ജീരകശാല അരി വേവിക്കുമ്പോഴാണ് ആൾക്കാർക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ വരുന്നത്, എന്തോരം വെള്ളം വേണമെന്നുള്ളത്. എപ്പോഴും ഒരു തരി വെള്ളം കുറവിൽ പിടിക്കുക. ദേ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കണ്ട ആ വരയുടെ ഒപ്പം എത്തിയില്ലേ, ആ വിട്ടു. ദേ ഈ വര അതെ. ഓക്കെ, ഇനി ഉപ്പ്, 2 ബേ ലീവ്സ് അടച്ചു വെച്ചിട്ട് തള വരണവരെ വേവിക്കുക. ഇതേ ഇപ്പം നമ്മുടെ അരി തിളച്ചു വന്ന് തുടങ്ങി. ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, ഇങ്ങനെ ബബിൾസ് വന്നു. ഞാൻ ഇനി തീ ഓഫ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഈ അരി കണ്ട അരി അരവെന്തിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഉള്ളിൽ മറ്റേ പാസ്റ്റയുടെ കണക്ക് പറയണ പോലെ അളുത്തൻ്റെ ഇനി വേവാനുള്ള കുറച്ച് റൈസ് ഉണ്ട്. ഇനി നമ്മൾ നമ്മുടെ കുക്കറിലേക്ക് ഇതിനെടുത്തിടാൻ പോവാണ്. ഞാൻ അങ്ങനെ കാണിക്കട്ടാ. നമ്മൾ അരി ആ ചിക്കൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. ഇനിയിപ്പോൾ ഇത് അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചാൽ ഈ പുക കാരണം നിങ്ങൾക്ക് ഉള്ളിലേക്ക് കാണാൻ പറ്റില്ല. അത് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇളക്കയും പുളുക്കോ ഒന്നും വേണ്ട കേട്ടാ. ഒരു ലേശം നെയ്യ് മുകളിലേക്ക് ഇട്ടാ. കഴിഞ്ഞു പരിപാടി. ഇനി എന്തുണ്ട്? കുക്കർ അടയ്ക്കുക. ദേ ഞാൻ കുക്കർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരൊറ്റ വിസിലിട്ടാ അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക. ഒരു 20 മിനിറ്റ് അവൻ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ പോർക്കിൻ്റെ ഉള്ളിൽ പുഴു വന്നോന്ന് നോക്കാം. ഗോൾഡ് ചോദിക്കുക, അത്ര നേരം വെച്ചാൽ പോരെങ്കിലോ? ഒരു 1.5 ആഴ്ചയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുഴു വരും. അത് നിങ്ങൾ പോർക്ക് വയ്ക്കണ്ട, ഞങ്ങൾ തന്നെ ഒരു സൈഡിലിരുന്ന പുഴു വരും. എൻ്റെ തമാശ എത്തല്ലേ. ഇതിലെവിടെയെങ്കിലും ഞങ്ങൾക്ക് പുഴുവിനെ കാണാണ്ട. ഇതിലെവിടെയാണ് പുഴു? ശരിക്കും കാണിച്ചു കൊടുത്തോളട്ടോ ഗോൾഡ്. ഇത് ലേശം കൂടി അടുത്തേക്ക് കാണിക്കാൻ പറയുന്നുണ്ട് ഗോൾഡ്. ഇതിലെവിടെയും ഒരു പുഴുവില്ല. ഇതിലെവിടെ നിന്നും ഞങ്ങൾക്ക് പുഴു വരില്ല. നീ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. നിന്റെ കണ്ണിലെ പുഴുവിനെ കാണാണ്ടോ നോക്കിയേ നീ. ഇതേ ഞാൻ തള്ളി തള്ളി കാണിച്ചു തരാം. തള്ളി 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 വിട്ടു പോകാതെ. നമ്മുടെ കുക്കർ വിസിലടിച്ച് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ പുഴു വന്നിട്ടുള്ള കൊക്കക്കോളയിൽ മുക്കിയിട്ടുള്ള പോർക്ക് ഞാനിവിടെ വേവിച്ച് സൂപ്പറാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്.
കൊക്കക്കോള ഒഴിച്ച കാരണം തന്നെ നല്ല ഫ്ലേവർ ഉണ്ട്. പക്ഷേ അതിനുള്ള പഞ്ചസാര കരിഞ്ഞിട്ട് കുറച്ച് കരിഞ്ഞ ഷേപ്പിലിരിക്കുന്നുണ്ടാവും. പോർക്ക് നല്ല സകലമാന ഇറച്ചിയും അതിൻ്റെ ബെസ്റ്റ് കുക്കിംഗ് ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ടു ഈറ്റാണ്. മനസ്സിലാക്കുക, മനുഷ്യൻ പച്ചയ്ക്ക് ഇറച്ചി തിന്ന് വന്നവനാണ്. ഇന്നും നിങ്ങൾക്ക് പച്ചിറച്ചി തിന്നാം. നിങ്ങൾ ഈ കള്ള് കുടിക്കുന്നതിൻ്റെയും മറ്റേ സിഗരറ്റ് വലിക്കുന്നതിൻ്റെയും കഞ്ചാവ് അടിക്കുന്നതിൻ്റെയും ഒന്നും ഉപദ്രവം ഒരു ഇറച്ചിയോ മീനോ പച്ചക്കറികളോ മുഴുവൻ ഫുഡോ നിങ്ങൾക്ക് ചെയ്യില്ല. ഇനി ഒരു പ്രോസസ്ഡ് ഫുഡും ചെയ്യില്ല. ഓക്കെ, വെറുതെ ഈ ഫിയർ മോങ്കറിങ്ങിൻ്റെ പിന്നാലെ ഇങ്ങനെ നിങ്ങൾ ദയവ് ചെയ്ത് ഓടി നടക്കല്ലേ. നമ്മൾ ടോട്ടൽ ഇൻടേക്ക് ഓഫ് ഫുഡ് എസ്പെഷ്യലി ഷുഗേഴ്സ് ആൻഡ് കാർബ്സ് കുറച്ച് കഴിഞ്ഞാൽ മെറ്റബോളിക് കണ്ടീഷൻസ് നമുക്ക് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നിങ്ങൾ ഒരു കഷ്ണം പോർക്ക് ഒരു ലേശം പഴകിയത് തിന്ന് കഴിഞ്ഞാൽ തന്നെ ഞെട്ടി തെറിക്കേണ്ട കാര്യമൊന്നുമില്ല. 2 വയറിളകി തൂറിയ പ്രശ്നം തീർന്നോളൂ. ഓക്കെ, ഇതിനാണ് ഈ പറഞ്ഞ്, അതായത് ഈ സാധനത്തിനെ എങ്ങനെയെങ്കിലും വെറുപ്പിക്കണം നമുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇറച്ചീനെ വെറുപ്പിക്കണം. ഒരു പച്ചക്കറി സംഘമാണെങ്കിൽ ഇറച്ചിയെ വെറുപ്പിക്കണം. പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേരാണെങ്കിൽ അതിനെ വെറുപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങോട്ട് നിൽക്കുക. ഒരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ലാത്ത കാര്യമാണ്. എങ്ങനെയാണ് കൊക്കക്കോള ഒഴിക്കുമ്പോൾ ഇത് പൊന്തി വരുന്നത്? എന്ത് കഷ്ടമാണ് നോക്കണേ. നമ്മുടെ എത്രയോ മാങ്ങ ഒരു പുഴുള്ളത്, ഞാൻ പുഴുവിനെ തിന്നിട്ടുള്ള ആളാണ്, തിന്നണ ആളാണ്. നമ്മളിതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ 99.9% ജീവികളെ നമുക്ക് പച്ചയ്ക്കും തിന്നാം, വേവിച്ചിട്ടും തിന്നാം. നിങ്ങൾ തിന്നണം എന്നല്ല ഞാൻ പറഞ്ഞേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക. എന്നാൽ നിങ്ങൾക്ക് 99% സസ്യങ്ങളും തിന്നാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ഒരു സസ്യമുള്ള കുറച്ച് സസ്യങ്ങളുള്ള ഒരു ആമസോൺ കാട്ടിൽ അവിടെ ഒരു ജീവിയില്ല എന്ന് വിചാരിച്ചോ, അവിടെ നിന്ന് കാണുന്ന നൂതനമായിട്ടുള്ള യാതൊരു കൃഷി സംഭവങ്ങളും ഇല്ലാണ്ട് കൊണ്ടിട്ടു എന്ന് വിചാരിക്കും. നിങ്ങൾ എന്താ തിന്നുക? 4 ദിവസം അല്ല തിന്നും, പിന്നെ തിന്നൊന്നും തിന്നാൻ പറ്റില്ല. നിങ്ങൾ എത്ര കാലം സർവൈവ് ചെയ്യുക അവിടെ ഒന്ന് ആലോചിക്കുക. എന്നാൽ അതേ കാട്ടിൽ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളും ഒരു പഞ്ചാരിയുള്ള സാധനവും ഇല്ല, അവിടെ നിറച്ച് മൃഗങ്ങളുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ ഒട്ടനവധി കാലം സർവൈവ് ചെയ്യുക. അങ്ങനെ സർവൈവ് ചെയ്ത് വന്നവരാണ്. നിങ്ങളെന്താ വിചാരിച്ച് അന്നുണ്ടായിരുന്ന ആൾക്കാർ കൊക്കക്കോള ഒഴിച്ചിട്ട് പോർക്ക് തിന്നായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്? നോ, അല്ല. വെറുതെ അങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി അത് കാണുമ്പോഴേക്കും പേടിച്ചിട്ട് ഒരു യൂട്യൂബറിൻ്റെ അടുത്ത് മെസ്സേജ് അയക്കണം. ഇത് വളരെ ഈസിയാണ്. ഒരു കഷ്ണം ഇറച്ചി മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൊക്കക്കോള ഒഴിച്ച് നോക്കാം. പോർക്കിന് എന്തോ ഈ പോർക്കിനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റീച്ചാ. അതാണ് ഈ സംഭവം, വേറെ ഒന്നുമില്ല. വെറുതെ നിങ്ങളിത് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല, സുഖമായിട്ട് തിന്നാം. പോർക്കിൻ്റെ സേഫസ്റ്റ് കുക്കിംഗ് ടെമ്പറേച്ചർ എനിത്തിങ് എബവ് 70 degree centigrade is safe to eat. I just finished cooking the pork and it's a beautiful steak. Look at that. ഇതിന് എന്താ കുഴപ്പം? നിങ്ങളൊന്ന് നോക്കിയേ, ഈ പോർക്കിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഓക്കെ, ബ്യൂട്ടിഫുൾ ആക്ച്വലി. എല്ലിനോടിരിക്കുന്ന ഭാഗം കൊണ്ട് നിങ്ങൾ നോക്കിയേ, ഏത് ഭാഗം കുക്കാവാത്ത? 5 മിനിറ്റ് തേച്ച് കുക്ക് ചെയ്തിട്ടില്ല, ഞാൻ ഒരു പാനിലാണ് കുക്ക് ചെയ്തെടുത്ത്. മനസ്സിലായോ? ഞാൻ തിന്നു ഇല്ലേ? നിങ്ങൾക്ക് പാമ്പിനെ തിന്നാം, പഴുതറനെ തിന്നാം, പുഴുവിനെ തിന്നാം, പ്രാണീനെ തിന്നാം, വൈറസിനെ തിന്നുന്നുണ്ട്, ബാക്ടീരിയനെ തിന്നുന്നുണ്ട്, മറ്റേ ചാടനെയും ചെമ്മീനും എല്ലാവിധ സാധനത്തിനും നമ്മൾ തിന്നാറുണ്ട്. പച്ചയ്ക്കും തിന്നുന്നുണ്ട്, വേവിച്ചിട്ടും തിന്നാറുണ്ട്. ഒരു പ്രശ്നവുമില്ല. ചെറിയ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. ഡൈജഷൻ കേസിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പച്ചേനേക്കാളും ബെറ്റർ വേവിച്ചതാണ്. രണ്ടും ബയോ അവൈലബിൾ ആണ് മനുഷ്യന്. മനസ്സിലായില്ലേ? എന്നാൽ മെജോറിറ്റി പച്ചക്കറികളൊന്നും ഇവിടെ ഇതല്ല. നമ്മളൊരു കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ പുഴുവിനെ തിളപ്പിച്ചിട്ട് തിന്നിട്ടാണ് ഈ പറയണേന്ന് ആലോചിക്കണം. ഇതന്നെ എനിക്ക് പറയാനുള്ളൂ. അല്ലേ, നമ്മൾ എത്രയോ ജീവികൾ തന്നെ എന്തിന് പറയണു, പച്ചയ്ക്ക് തിന്നണ ഉള്ളിനകത്ത് എന്തോരം പാരസൈറ്റ്സ് ഉണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ കാണുന്ന ടോക്സോപ്ലാസ്മോസിസ് മുതൽ ഈ കാണുന്ന ടാപ്പ് വേം, ഹുക്ക് വേം അടക്കമുള്ള സകല സാധനം ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഉള്ളിയുടെ മുകളിൽ, ഇഞ്ചിയുടെ മുകളിൽ, വെളുത്തുള്ളിയുടെ മുകളിൽ, ക്യാരറ്റിൻ്റെ മുകളിൽ. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ പറയും ഗൂഗിൾ തേണ്ടിയാന്ന്, ഗൂഗിളിന് ഉത്തരം അറിയില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഇൻഫോർമേഷനുമായിട്ട് ഇങ്ങോട്ട് വരരുത്. ഓക്കെ, നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ പോർക്ക് കഴിച്ചോ, ബീഫ് കഴിച്ചോ, ചിക്കൻ കഴിച്ചോ, പ്ലീസ് ദയവ് ഇത് കഴിക്കും. അതാണ് നമുക്ക് ഏറ്റവും കുറവുള്ളത്. നമുക്ക് അതാ കുറവുള്ളത്, അത് കഴിക്കുക. അത് കഴിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇവിടെ ഭൂരിഭാഗം പ്രശ്നങ്ങളും. അപ്പോൾ ദയവ് ഇത് നിങ്ങൾ കൊക്കക്കോള വെച്ചിട്ട്, ഞാൻ പറയുന്നു അഗെയിൻ, സഷീമി അല്ല ഇത്. മീൻ ഇങ്ങനെ സോയ സോസിൽ മുക്കി തിന്നണ പോലെ അല്ല തിന്നണം. എന്ത് ഉദാഹരണമാണ്? നിങ്ങളൊന്ന് തലച്ചോറ് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. കൊക്കക്കോളയിൽ മുക്കിയിട്ടാണോ നമ്മൾ പോർക്ക് തിന്നണ്? അല്ലല്ലോ. നമ്മൾ കുക്കറിൻ്റെ ഉള്ളിൽ വേവിച്ചിട്ടും 1/2 മണിക്കൂർ 3/4 മണിക്കൂർ തിളപ്പിച്ചിട്ടാണ് വേവിക്കുന്നത്. നിങ്ങളൊരു 4 പാരസൈറ്റിൻ്റെ മുട്ട നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ 4 പഴുതാരനെ അല്ലെങ്കിൽ പുഴുവിനെ എടുത്തിട്ട് നിങ്ങൾ ഒരു ചെമ്പിലിട്ടിട്ട് തിളപ്പിച്ച് നോക്കിട്ടാ എന്താണ്ടാവാന്ന് അറിയാം. എത്ര മിനിറ്റിൻ്റെ ഉള്ള അവറ്റങ്ങൾ ചാവുകയെന്നും ചത്ത് ചെയ്യാന്നുള്ളത്, ചെയ്യല്ല ചത്ത് വേവുക എന്നുള്ളത് ഒന്ന് നോക്കി നോക്ക്. അപ്പോഴാണ് ഈ പോർക്കിൻ്റെ ഉള്ളിലുള്ള ഇത്രയും ചെറിയ പുഴു
കൊക്കക്കോള ഒഴിക്കുമ്പോൾ പുറത്തേക്ക് ചാടി ഞാൻ ഇനി തിന്നിൻ്റെ വേണം, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കണം. നിങ്ങൾ ദയവ് ചെയ്തിട്ട് തിന്നോളെ. ഓക്കെ, ഇനി നമ്മുടെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടാ. ഞാൻ വിസിൽ ഊരി വെക്കാൻ പോവാണ് കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് കൂടി ഇവിടെ ഇരിക്കട്ടെ. 20 to 25 മിനിറ്റ്. അപ്പോൾ ആ റൈസും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് സെറ്റാവും. എന്നിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാം. റെഡി. ഇതേ നമ്മുടെ ബിരിയാണി അവിടെ ഇരുന്ന് റെസ്റ്റ് ആയിട്ടുണ്ട്. റെസ്റ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മറ്റേ മീറ്റൊക്കെ ചെയ്യണ പോലെ തന്നെ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, കൊറിയാണ്ടർ ലീവ്സ് എങ്ങനെ ഫ്രിഡ്ജിനകത്ത് കുറേ കാലം വയ്ക്കാമെന്ന്. അന്നുള്ള സെയിം ബാച്ച് തന്നെയാണ് കേട്ടോ. അന്ന് 9 ദിവസമായിരുന്നു. ഇന്നിപ്പോൾ ഏതാണ്ട് 21 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ് കൊറിയാണ്ടർ ലീവ്സ്. ചില ആൾക്കാർ പറഞ്ഞു എന്തുട്ടാ ചെടിയിൽ നിന്ന് പറിച്ചു വെച്ച കാരനാണ് ഇത് ഇത്രയും ദിവസം ഇരുന്നതെന്നൊക്കെ. ചെടിയിൽ നിന്ന് പറിക്കേണ്ട എങ്ങനെ ഞങ്ങൾ വെക്കുന്നത്? കടയിലുള്ളതും ചെടിയിൽ നിന്ന് പറിച്ച് കൊണ്ടുവച്ചാ വാടിയത് നിങ്ങളൊന്ന് കഴുകി വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് വരും. ഇതിപ്പോൾ എത്ര ദിവസമായി നോക്ക്, 20 ദിവസം കഴിഞ്ഞു. നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. കറി ലീവ്സും അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളത് ഞാൻ നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കൊറിയാണ്ടർ ലീവ്സ് നമ്മൾ ഗാർണിഷായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടാപ്പ് വേമും ഹുക്ക് വേമും ഒക്കെ ഈ പച്ച കൊറിയാണ്ടർ ലീവ്സിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ. അങ്ങനെ കൂടി നമ്മൾ ആലോചിക്കണം. ഓക്കെ, അപ്പോൾ അത് കഴുകിയിട്ട് കൊണ്ടുവച്ചിട്ടുള്ളതാണ്. എന്നാലും ടാപ്പ് വേമും ഹുക്ക് വേമും ഒക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഞാൻ യൂഷ്വലി ചെയ്യാറില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബിരിയാണി ദമ്മ് ചെയ്യുമല്ലോ, ദമ്മ് ചെയ്യണതിൻ്റെ ഉള്ളിലിടുക. അപ്പോൾ ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഈ ഹോക്ക് വേമും ടാപ്പ് വേമൊക്കെ ഒന്ന് പോവും. പന്നിയിൽ മാത്രമല്ല ഇതുള്ളത്, അതൊന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിൽ ആ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേമൊക്കെ ഇതിൻ്റെ മുകളിലും ഉണ്ട്. ഇത് നമ്മൾ പച്ചയ്ക്ക് ഇപ്പം മറ്റേ പാനിപൂരിയുടെ മുകളിലൊക്കെ ഇട്ട് വാരി തിന്നുമ്പോൾ നമ്മുടെ കണ്ണ് അടച്ചു വയ്ക്കുന്ന ആൾക്കാരാണ് നമ്മൾ കേട്ടോ. നമ്മൾ പ്രത്യേകമാതിരി ഹാളുകൾ ഇല്ലയാ നോക്കാൻ. നൗ ടൈം ടു റിവീൽ മൈ ബിരിയാണി. ഞാൻ ഇവിടെ നിന്ന് കാണിക്കൽ ഒരു ലുക്ക് അറ്റ് ദിസ്. അരി നോക്കിയത് നിങ്ങൾ. ഇനി നമ്മുടെ ആവിത്താത്ത പറയണ പോലെ ഇതിൻ്റെ അടിയിൽ ചിക്കൻ്റെ ചാറ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ റാസാക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഞാൻ പുള്ളിക്കാരി പറഞ്ഞിട്ട് കേട്ടിരുന്ന. ചാറ് കാണണ്ടേ കൊള്ളേ? കാണില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് കാരണം തന്നെ ഇപ്പം ഇളക്കരുത് കേട്ടാ. ഇപ്പം നമുക്ക് ആദ്യം കുറച്ച് റൈസ് ഇവിടെ നിന്ന് ഈ ബൗളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, ദേ അരി കണ്ട നല്ല സൂപ്പറായിട്ട് വെന്തിട്ടില്ലേ? എന്തെങ്കിലും കച്ചടി ഉണ്ടായിരിക്കേ? ഇല്ലല്ലോ, കൃത്യമായിട്ട് കാണണ്ട. ഇവിടുന്ന് കോരണത് കാണണ്ട. ഇനി നമ്മൾ കുറച്ച് ടാപ്പ് വേമിന് എങ്ങനെ ഇടണം കേട്ടാ. പന്നിയിൽ മാത്രമല്ലോ ഇതിനകത്തില്ലേ? അത് ശരി, സയൻസ് വിട്ടിട്ടില്ലല്ലേ? ഓക്കെ, ഇനി നമ്മുടെ ചിക്കൻ ദേ വരുന്നു കേട്ടാ. ദേ ഈസി കുക്കർ ചിക്കൻ ബിരിയാണി. ദേ മോർ ചിക്കൻ കമ്മിങ്. നമുക്ക് ചിക്കൻ ഇനി ഒന്ന് പിച്ച് വെക്കാം. ചിക്കനിന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തെറി വിളിച്ച ചിക്കൻ അവനൊന്ന് പിച്ചിട്ടെ ഞാൻ കണ്ടാ. തെറി വിളിച്ച ചിക്കനത് കണ്ടാ. നല്ല സൂപ്പറായിട്ട് ഒരു വിസലിന് വെന്തിട്ടുണ്ട് കേട്ടാ. ഇത് അതിൻ്റെ ആ നെക്ക് പീസ് അല്ല ബ്രസ്റ്റ് പീസ് എന്ത് ഈസിയാന്ന് നോക്കിയേ. കുക്കറിൽ ഒറ്റയടിക്ക് ഇത്ര സൂപ്പർ ബിരിയാണി നോക്ക്. അരിയുടെ കൺസിസ്റ്റൻസി നോക്ക് നിങ്ങൾ കാട്ടിക്കോതെ. കുക്കറിൻ്റെ ഉള്ളിലേക്ക് കാണുന്നില്ല കേട്ടോ ഗൈസ്. ഇതാണ് റാസാക്കുക എന്ന് പറഞ്ഞ ചാറ്. ചിക്കൻ്റെ ചാറ് നെയ്യെല്ലാം കൂടിയിട്ടുള്ളത്. അത് ഇതിൻ്റെ മുകളിൽ റാസാത്തി ഒന്ന കാണാത നെഞ്ച് കാത്താടി പോലാടുത്. ഇനി ഇതേ ഞാൻ 2-3 കോഴിമുട്ടയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കോഴിമുട്ട ഉപയോഗിക്കാം. നൈസ്ലി കുക്ക്ഡ് എഗ്സ്. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഇതൊക്കെയാ ഇതിന് ടെക്സ്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? ഓക്കെ, ഈസി ബിരിയാണി അല്ലേ? പേരിനൊരു ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? പക്ഷെ പേരിനൊന്നുമല്ല, ഇതാണ് ശരിക്കും വളരെ സിമ്പിളായിട്ടുള്ള ബിരിയാണി എന്ന് പറയുന്നത്. കണ്ട, ഉണ്ടാക്കാനായിട്ട് എത്ര സമയം വേണം? ഉണ്ടാക്കാനേക്കാളും കൂടുതൽ സമയം ആക്ച്വലി റെസ്റ്റിംഗ് ടൈമാണ്. നല്ല ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ, ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇനി നമുക്കൊരു പീസ് കഴിച്ചു നോക്കാം. ദേ 2 കോഴിമുട്ട. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് അരി കൂടുതൽ കഴിക്കണ്ട കേട്ടോ, നല്ല പരിപാടിയില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീനിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ. ഓക്കെ, ഇപ്പോൾ കണ്ട കോഴിമുട്ട തന്നെ 5 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഇതേ ചിക്കൻ ഏതാണ്ട് ഒരു 100-150 ഗ്രാം ഇടുക. ഓക്കെ, പിന്നെ കുറച്ച് അരി. ബ്യൂട്ടിഫുൾ. നമുക്ക് കഴിച്ചു നോക്കാം. ഇതേ നമ്മുടെ ചിക്കൻ നോക്കാം കേട്ടോ. ഓക്കെ, അതെ ദേ
ചിക്കൻ്റെ ബ്രസ്റ്റാണ്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് ചിക്കനെ എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടമുള്ളത് തൈസാണ്. തൈസ് എത്തിക്കിട്ട് കിട്ടിയില്ല. ഓക്കെ, എനിവേ ഉള്ള പീസ് വെച്ചിട്ട് അടിക്കാം. കുറച്ച് തൊലിയൊക്കെ എടുത്തിട്ട് അടിക്കാം. വാ ബ്യൂട്ടിഫുൾ. നൈസ് കോഴിമുട്ട. ഇനി കുറച്ച് അച്ചാറും തൈരും കൂട്ടിയിട്ട് ഇവരുടെ ഒപ്പം എല്ലാവരുടെ കൂട്ടത്തിൽ നിന്ന് അടിക്കാട്ടാ. കമോൺ ഗൈസ്. ഈസി കുക്കർ ബിരിയാണി ആട്ടോ. അത് നീ നാളെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയോളാം. വീഡിയോ വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ വീഡിയോകളിലെല്ലാം നീ ചെയ്യാറുണ്ടോ? ഇല്ല, ഇത് അരിയുടെ കൺസിസ്റ്റൻസി ഉണ്ടോ? അപ്പരാജ് പറഞ്ഞ പോലെ എന്തൊരു ഊതിയ കാറ്റ് വന്ന പോലെ. ഈസി കുക്കർ ബിരിയാണി. കുക്കർ ബിരിയാണി എന്ന് പറയോ? ദം ബിരിയാണി പോലെയാണോ? നല്ല ഇറച്ചിയുടെ മുകളിൽ നമുക്ക് തോന്നും പച്ചച്ചോവ ഉണ്ടാവും, മഞ്ഞച്ചോവ ഉണ്ടാവും എന്നൊക്കെ തോന്നും. ഒരു ചൊവയില്ല കേട്ടാ, നന്നായിട്ട് വരും. ഒരു ചൊവയില്ല. ഞാൻ അത് പറഞ്ഞു, വളരെ ഈസി. ഇതൊക്കെ വേവിച്ചിട്ടുള്ള ചിക്കനല്ല, ഡയറക്റ്റ് ചിക്കൻ ഒരുമിച്ചിട്ടിട്ട് അല്ല, പച്ചിറച്ചിയല്ല. പിന്നെ അവസാനം ഞാൻ കുറച്ച് ഒറ്റയടിക്കുക എല്ലാം ഒരുമിച്ച്. എവിടെ ഇറങ്ങി? അമേസി. ഓക്കെ, അടിപൊളിയാണ്, ഈസിയാണ്. ചിക്കൻ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് അരി പകുതി വേവിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കുക്കറിട്ട് വിസിലടിച്ചാൽ അരി ഒന്നും പുഴുകിയ പോലെയോ വെന്ത് ഉടയുകയോ ഒന്നുമില്ല. കുക്കറിൻ്റെ ദമ്മിനകത്ത് നല്ല സൂപ്പറായിട്ട് വരും. ഉണ്ടാക്കാനുള്ള സമയം ലെസ് ദാൻ ഒരു 20 മിനിറ്റ്സേ വേണ്ടൂ. റെസ്റ്റിംഗ് ടൈമാണ് കൂടുതൽ. ഓക്കെ, ഒറ്റ വിസില്. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ വേണ്ടി നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നൗ, ബൈ ബൈ.